നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഹലോ, ആരാ? ഞാനൊരു ഫോട്ടോ അയച്ചിരുന്നു. ചന്ദ്രൻപിള്ള സാറ് ഒരു റിപ്ലൈയും തന്നില്ല. ലച്ചുവിന്റെ ഭർത്താവിന്റെ ഫോട്ടോ അല്ലേ? ഞാൻ അല്പം തിരക്കിലായിപ്പോയി. ഇപ്പൊ തന്നെ നോക്കിയിട്ട് പറയാം. ഞാൻ ചന്ദ്രൻപിള്ള സാറിന്റെ മറുപടിക്കായിട്ട് വെയിറ്റ് ചെയ്യുക. ആ, ഞാൻ നോക്കട്ടെ. ഇനി ആളതല്ലെങ്കിൽ യഥാർത്ഥ ആളിന്റെ ഫോട്ടോ എൻ്റെ ഫോണിലുണ്ട്. ഞാനതങ്ങോട്ട് അയച്ചു തരാം. വളരെ ഉപകാരം. അതിൻ്റെ ഒന്നും കാര്യമില്ല. ജനസേവനമല്ലേ എന്നെ പോലുള്ള പാർട്ടി പ്രവർത്തകർ ചെയ്യേണ്ടത്. ഇതും ഒരു സേവനമാ. ചന്ദ്രൻപിള്ളയുടെ മെസ്സേജ് തന്നെ. ചന്ദ്രൻപിള്ള അയച്ചേരാമെന്ന് പറഞ്ഞത് താലി കെട്ടിയവന്റെ ആണെങ്കിൽ കവിത നീ ജയിച്ചു. ഇതാണ് ലച്ചുവിന്റെ ഭർത്താവ്. കൂസാതെയുള്ള അവന്റെ ഇരിപ്പ് കണ്ടില്ലേ? അമ്മു വരുമ്പോ അവൻ തന്നെ ഭർത്താവെന്ന് പറയുമെന്ന് വിശ്വാസത്തിലാ അവൻ. അവള് കൂടി അറിഞ്ഞ ഡ്രാമയല്ലേ, അമ്മു സമ്മതിച്ചു കൊടുക്കും. എല്ലാവരും അതങ്ങ് വിശ്വസിക്കുമെന്ന അവളും കരുതുന്നത്. പക്ഷെ ഗൗതം അയച്ച ഫോട്ടോയ്ക്ക് റിപ്ലൈ വന്നാൽ എല്ലാവരും പെടും. സഞ്ജുവിനെ തന്നെ അവന്റെ ഫോട്ടോ കാണിച്ച് ഞാൻ പറയും, ഇതാണ് മോനെ അമ്മുവിന്റെ ഭർത്താവെന്ന്. ഇത് ഞാൻ പറയുന്നതല്ല, അമ്മുവിന്റെ നാട്ടുകാർ പറയുന്നതാണെന്ന്. അവിടെ വച്ച് അവൻ കവിതയുടെ കാൽ കീഴിൽ കിടക്കും. ഇതാണ് ലച്ചുവിന്റെ ഭർത്താവ്. കവിതേ, ഞാൻ സഞ്ജുവിന്റെ ഫോട്ടോ ചന്ദ്രൻപിള്ളയ്ക്ക് അയച്ചു. അതല്ല, ലച്ചുവിന്റെ ഭർത്താവ് ഇതാണെന്ന് പറഞ്ഞു അയാൾ അയച്ചു തന്ന ഫോട്ടോ ഇത്. ഇവരാണോ അവിടെ വന്നിരിക്കുന്നത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.